ഇതാണ് മുട്ടാളൻ ബാവ തിരുവടികൾ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞാൽ ഉടൻ തന്നെ പരിഹാരം ഉണ്ടാവും. ബാബുസ്വാമി, അയ്യോ ബാബുസ്വാമിക്ക് ഉവ്വാവുമായിട്ട് ധർമാശുപത്രിയിൽ അഡ്മിറ്റ് അല്ലേ, ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ. പകരം ഇറക്കിയേക്കുന്നതാണ് മുട്ടാളൻ സ്വാമി തിരുവടികൾ. സ്വാമിയെ കാണാൻ ചിലരൊക്കെ എത്തിയിട്ടുണ്ട്. ചില്ലറ ഉണ്ടെന്നുണ്ടോ? അല്ല, കേറി വരുന്ന വഴിക്കുള്ള ഭണ്ഡാരത്തിൽ ചില്ലറ നിക്ഷേപിച്ചിട്ട് അവരോടെല്ലാം കയറി പോറാൻ പറഞ്ഞോളൂ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ബാവയുടെ അടുത്ത് അങ്ങ് അരുളി ചെയ്യാം, ഉടൻ തന്നെ പരിഹാരം. മുട്ടാളപ്പാവേ, ഇന്നൊരു ഇഷ്ടദാനം ഒപ്പിട്ട് വാങ്ങിക്കാനുണ്ട്. അലമ്പില്ലാതെ നടക്കണം. അതിന് വേണ്ടിട്ട് പൂജ വഴിപാട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്തു തരണം. അനീഷേ, എനിക്ക് ഈ കാര്യത്തിനകത്ത് വിശ്വാസമൊന്നുമില്ല. പിന്നെ സജീവൻ പറഞ്ഞുകൊണ്ട് വന്നതാ. ഞങ്ങൾ അവിടെ വന്നതാരെങ്കിലും അറിഞ്ഞ കളി മാറും. അത് ശരി, അപ്പൊ കാര്യം നടക്കും വേണം, പിന്നെ ഭീഷണിയുടെ സ്വരവും അല്ലേ? അവസാനത്ത് കൊടുക്കടിച്ച നിന്റെ ഉടുക്കി ഞാൻ ചവിട്ടി പൊട്ടിക്കും. മനസ്സിലായി? കാര്യങ്ങളെല്ലാം ഭംഗിയാവും. അതിന് കുറച്ച് ചെലവുണ്ട്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ തളികയിൽ നിങ്ങൾ 500 നമ്പർ നോട്ടുകൾ എന്നാ നിക്ഷേപിക്കുക. എന്നാണെങ്ങനെ 500 നോട്ടുകൾ കളയോ സമർപ്പിക്കുന്നത്? ഇത് വല്ല നടക്കുള്ളൂ? എനിക്ക് വലിയ വിശ്വാസം പറ്റുന്നില്ല. വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. ഇതിങ്ങനെ തേരാപ്പാര നടന്ന വയ്യന ദിവ്യദൃഷ്ടി ജ്ഞാനദൃഷ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് ഫലസിദ്ധിയും കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ നമുക്ക് കളിക്ക് നിക്ഷേപിച്ചിട്ടങ്ങ് പോകാമല്ലേ? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പൈസ എണ്ണല്ലേ? നല്ല വരവാണ് ഉത്തമൻ ചേട്ടോ. നല്ല കൊരയാണല്ലോ എന്റെ പൊന്നെ. ഇന്നലെ ആ മന്ത്രം ജപിച്ച എന്റെ ഒച്ച മുഴുവൻ പോയി. നീ എന്തിനാണ് രതീഷ പേടിക്കണേ? നീ ആരുടെ കൂടെ കൂടിയേക്കണേ? ഇനി മുതൽ നിനക്ക് വെച്ചടി കയറ്റോ. ഉത്തമേട്ടാ, ഒരു 2 രൂപ. ആ, ഇതാ പന്നെ എസ് ഐ തന്നായിരിക്കുള്ളൂ. അവന് മേടിക്കാൻ മാത്രമേ ഉള്ളൂ, കൊടുക്കാൻ അറിയാൻ പാടില്ല. എടാ, നിന്നെ വെറും താമരയിൽ ഇരുത്തിയപ്പോഴാണ് ഈ വരവ്. ഇനി നിന്നെ ഞാൻ ശൂലത്തിലിരുത്തും. എടാ, ഉയരം കൂടുന്തോറും ചായയുടെ കടുപ്പം കൂടുമെന്ന് കേട്ടിട്ടില്ലേ? എത്രത്തോളം ഉയരത്തിലിരിക്കുന്നുവോ അത്രത്തോളം വരുമാനം നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നാലും ശൂലത്തിൽ വേണോ? ഒരു കുഴപ്പമില്ല. ഇത് കഴിഞ്ഞ് ഞാൻ കുന്തത്തിലിരുത്താൻ പോകും. ആ, ആര് വന്നിട്ടുണ്ട്. നീ ആ മാലയും വളയൊക്കെ എടുത്തിട്ടോ. അല്ല, മാലയും വളയും നമ്മൾ വാടകയ്ക്ക് എടുത്തില്ലേ? തിരിച്ചു കൊടുത്തു. വാടകക്കാർക്ക് തിരിച്ചു കൊടുത്തോ? മഴ പെയ്യുമ്പോൾ ആ തുണിയും കൂടി എടുത്ത് വെച്ചാണ്. അതും വാടകക്കാരെയാ. നീ ഒരു പണി ഇപ്പൊ കണ്ണടച്ചിരുന്നങ്ങ് ധ്യാനിച്ചോ. കണ്ണടച്ചിരുന്നു. അകത്തേക്ക് പ്രവേശിക്കാവോ? അയ്യോ, കേറി വരട്ടെന്ന് ചോദിക്കരുത്. രാജകൊട്ടാരോ ഒന്നും അല്ല. കേറി പോര്. എന്നെ കൂടെ നിങ്ങളുടെ പാർട്ടിയിൽ എടുക്കാവോ? നോമിനേഷൻ തരാൻ രാഷ്ട്രീയ പാർട്ടി ഒന്നുമല്ല. എന്നെ കൈവിടരുത്. കേറി കിടക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്തവനാ. എന്റെ പൊന്നു മാധവ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നല്ല വരുമാനമുള്ള പാർട്ടിനെ കൊണ്ടുവന്ന നമുക്ക് ആലോചിക്കാം. ഉത്തമ, ഒരു പണച്ചാക്കലും കൂടെ പറഞ്ഞേക്കുന്നേ. എടോ മാധവ, വെറും താമരയിൽ ഇരുത്തിയപ്പോഴാ ഇവന് ഈ വരുമാനം. ഇനി അടുത്ത ആഴ്ച ഞാൻ ഇവനെ ചൂലത്തല ഇരുത്താൻ പോണം. എന്റെ ഉത്തമ, നിന്റെ സമ്മതിക്കണം. നിന്റെ തല ഒരു അപാര തലയാണ്. താൻ കണ്ടോ ഞങ്ങളുടെ ഉയർച്ച? എന്നെ കൂടെ അങ്ങനെ എവിടെയെങ്കിലും ഇരുത്താവോ? അന്നെ ഇരുത്താടോ. മരക്കുരിശില് ഞാൻ മലയാറ്റൂർ പള്ളി കൊണ്ടാവും. അടുത്ത ദുഃഖവിളിക്ക് രക്ഷിക്കണോ ശിക്ഷിക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ആദ്യം വന്ന കാര്യം പറ. എൻ്റെ മരുമകൻ സജീവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. പൈസ എത്ര വേണമെങ്കിലും തരാം, അവനൊന്ന് ഒഴിഞ്ഞു പോയാൽ മതി. നീ കണ്ണടച്ചിരുന്നു. ബാക്കി ഒരു 50,000 രൂപയോ? ഒരു 60,000 രൂപ. തന്നോട് ഞാൻ 50 അല്ലേ പറഞ്ഞു. പിന്നെ താൻ അവിടെ പോയിട്ട് 60 പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കിടന്ന് കളിക്കുന്നത് എനിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? എന്തായാലും തുകയുമായി നാളെ തന്നെ ഒന്നുള്ളൂ. എല്ലാം ഭംഗിയാക്കാം. നിൽക്കൂ. ഓം സജീവൻ നെരുക്കുട പരപ്പുള്ള പണ്ടാരടങ്ങി പൊട്ടേ. വിട്ടോ നാളെ വന്നാൽ മതി. ഇതെല്ലാം കഴിഞ്ഞിട്ട്
മുട്ടാള ബാവയുടെ സന്നിധി എന്ന് പറഞ്ഞിട്ട് നിന്റെ വലിയ കാട്ട കുന്തത്തിലിരിക്കുന്ന ഒരു പടം വെച്ചിട്ട് ഫ്ലക്സ് അടിച്ച് വെക്കണം. മലയ്ക്ക് പോയിട്ട് വന്ന നമ്മുടെ സജേഷും സുബിയൊക്കെ അത് കണ്ട് ഞെട്ടണം. എടാ രജീഷേ, ശൂലത്തിൽ മാത്രമല്ലടാ, ഈ ഉത്തമൻ നിന്നെ റോക്കറ്റിന്റെ അകത്ത് വരെ കയറ്റും. അതാണ് ഉത്തമൻ. എനിക്ക് ഓർത്തിട്ട് നമ്മളങ്ങനെ സുഖിക്കും. ആ തുറക്കുന്നില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? ആരും കാണുന്നില്ല. നമുക്ക് അപ്പുറം പോയി നോക്കാം. ആയിക്കോട്ടെ. രജീഷേ, ഞാനില്ലാത്ത നേരത്തെ എൻ്റെ വീട്ടിലാരുടെ ജനലിൽ കൂടി എത്തി നോക്കണം. ശരിയാണല്ലോ. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നല്ലോ. ഇവിടെ ആരും കാണുന്നില്ല. താരടവന്മാർ എവിടെയോ കണ്ടിട്ടുണ്ട്. വാ, നമുക്ക് അപ്പുറം പോയി നോക്കാം. വന്നേ. ഇത് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ, ഇവിടെ ആരും കാണാനില്ലല്ലോ. എന്നാൽ നമുക്ക് ഉത്തമനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിക്കണുണ്ട്. ഞാൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഒരാക്രമണത്തിന് അവരുടെ ഭാവമെങ്കിൽ രജീഷേ, നീ എതിർത്തു നിന്നോണം. ഞാൻ റെഡി. ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. എന്നാ നമുക്ക് ആ പറമ്പിലെങ്ങാനും നോക്കാം. വാ. മുഖം പൊത്താതെ വിളിക്കാൻ നോക്കണം. രജീഷേ, വക്കീലും ആ രജിസ്ട്രാർ സുഭാഷും നമ്മുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. വെട്ടരുവാളെടുത്തടാ. എന്തിനാ വെട്ടരിവാള്? എനിക്ക് വീട്ടിൽ 2 ജമുനാപ്പാരി ആടുണ്ട്. ശകലം പ്ലാവല എടുക്കാം. ഇരിക്കട്ടെ. ആ, ഞാൻ ഈ സ്വാമിപ്പണി നിർത്തുവാ എൻ്റെ രജീഷ്. ഞാനും കണ്ടോ, പാക്കത്തേക്ക് മൂർച്ചയുണ്ടോ ഒന്ന് നോക്കണ. കണ്ടോ, ഇന്നെന്റെ മരണം ഉറപ്പാ. രജീഷേ, രണ്ട് കിഡ്നി കൊടുക്കാനുണ്ടെന്ന് പറ. 30 ലക്ഷം രൂപ കിട്ടിയാ കൊടുത്തേക്കാം. ആരുടെയാ? എന്റെ ആകാശ്, എന്റെ പിള്ളേർക്ക് ഉപകാരപ്പെടുമല്ലോ. അയ്യോ, 1 ലിവറും കൂടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞേര്. അതാരുടെയാ? അതും എന്റെയാ. അതിന് വല്ല കിട്ടാൻ സാധ്യതയുണ്ടോ? അരിപ്പായിട്ടിരിക്കുമല്ലേ? അയ്യോ, അരിവാളുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിടി കൊടുത്തേക്കാം. വെട്ടിക്കോ, വെറുതെ കാളാൻ പൂളാൻ വെട്ടിക്കളയരുത്. വാഴ വെട്ടുന്ന പോലെ ഒറ്റ വെട്ടിന് മുറിയണം. നീ എന്തിനാ കൈ പിടിച്ചേക്കണം? ഉത്തമേന്റെ കഴുത്ത് വെട്ടിയിടുമ്പോ താഴെ വീട് പണ്ട് മാറ്റാതിരിക്കാനാ. നല്ല കാര്യം. എന്താ ഉത്തമേട്ട ഇത് പറയുന്നത്? ഞങ്ങൾ വന്നിരിക്കുന്ന വെട്ടാനും കുത്താനൊന്നുമല്ല. സജീവിന്റെ അമ്മായിപ്പിന്റെ സ്വത്ത് സജീവിലെങ്കിലും എത്തിച്ചേരണം. അത് നിങ്ങളൊരു മുട്ടയിൽ ഒരു കൂടോത്രം ചെയ്യണം. അതിനു വേണ്ടി വന്നാണോ? വെട്ടാൻ വന്നല്ലടാ. അതിന് കാർന്നവരെ കിട്ടിയാലല്ലേ മുട്ടയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ നോക്കിക്കോളാം. അത് മാത്രം പോരാ, മുട്ട വയറ്റിലെത്തണം. എന്നാ വാ, പോ. എങ്ങോട്ട്? വയറ്റിലേക്ക്. വയറ്റിലേക്ക് പോകുന്ന കാര്യമല്ല, മുട്ട കാർന്നവരുടെ വയറ്റിലെത്തണമെന്ന്. അത് ഞങ്ങൾ നോക്കിക്കോളാം. നമുക്കൊരു പണി ചെയ്താലോ രജീഷേ? ഒരു ഒറ്റമൂലി അരച്ച് മുട്ടയിൽ അങ്ങ് വരട്ടിയാലോ? അത്ര കടുത്ത കർമ്മം വേണോ? വേണ്ടി വരും. പിന്നെ അല്ല, അതിന് നാടൻ മുട്ട വേണ്ടേ? അത് ഏതെങ്കിലും കോഴിക്കൂട്ടിന്ന് പൊക്കാന്നേ. പൊക്കാലേ? പിന്നെ ഞങ്ങൾ നോക്കിക്കോളാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ആയിക്കോട്ടെ. ഓം കുട്ടിക്കുറയുടെ പൗഡർ തീർന്നു. ഇനി ഭസ്മാണെന്നും പറഞ്ഞ് ഇങ്ങനെ വാരി വലിച്ചെറിയണമെങ്കിലേ വേറെ പൗഡർ മേടിച്ചോളണം. ഒരാളെ പിടിക്കാം നമുക്ക്. വിഷുട്ടാ, എവിടെ പോകുന്നു? ഞാൻ നാട്ടിലേക്ക് പോവാ. അതായത് ഇത്ര പെട്ടെന്ന്? അവനും അവളും എപ്പോഴും ഭയങ്കര പഴക്കാണ്.
ഞാൻ മടുത്തു, ഞാൻ പോവാം. അപ്പോൾ നമ്മൾ സജീവനെ ഒഴിവാക്കാൻ മുടക്കിയ കാശോ? പത്തായത്തിൽ വീണ എലിയെ പോലെയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. കയ്യിലുള്ള കാശും കുമ്പോയും എല്ലാം പോയി. എന്നാ പോ. ഉത്തമേട്ടോ, നാളെ മനസ്സിലായോ? പിന്നെ മനസ്സിലാവാതിരിക്കും. എന്നാ ഉണ്ട് വിശേഷം? കൂടോത്ര ഏറ്റു, കാർന്നവർ വിട്ടുപോയി. ആണോ? ആ നമ്മുടെ കൂടോത്ര ഏറ്റോടാ? ഏറ്റു ഉത്തമേട്ടാ, സത്യമായിട്ടും? സത്യം. എന്തിനാ കരയുന്നത്? ഇത് ആനന്ദക്കണ്ണീരാ. ഞങ്ങളത് സ്ഥിരം ചെയ്യുന്ന, പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക സ്നേഹ. അതിങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് കരുന്ന. പോട്ടെ 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 കരയില്ല. ആ സരളയുടെ വീടിന്റെ വാതൊക്കെ ഒരു 50 രൂപ ഉണ്ടാക്കണേ. അതെന്തിനാന്നേ? അവിടെ നിന്നാണല്ലോ ഞാൻ ഈ മുട്ട എടുത്തത്. വെറുതെ അല്ല സരള എന്നെ കാണുമ്പോ കാർപ്പിക്കണതല്ലേ. അതെ, പിന്നെ ആ കൂടെ നടക്കുന്ന വക്കീലിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഒഴിപ്പിച്ചാൽ. ആയിക്കോട്ടെ കേട്ടോ? ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഇനി സരളയുടെ വീട്ടിൽ മുട്ട എടുക്കാൻ കാരണം അതിന് മുട്ടയുടെ ആവശ്യമൊന്നുമില്ല. വക്കീലിനെ കണ്ടിട്ടില്ലേ? ഒരു മുരിങ്ങാക്കോല് മതി, അതിൽ ഞാൻ തീർത്തു തരും. അതെ, കവലക്കല്ലേ? അതെ അതെ അതെ. എന്നെ അവിടെ ഒന്ന് ഇറക്കിയേക്കണേ. ആയിക്കോട്ടെ. രതീഷ്, എനിക്കൊരു ഡാൻസ് ക്ലാസ്സിന്റെ ഉദ്ഘാടനം ഉണ്ട്, ഞാൻ പോയച്ചും വരാം. 1 2 3 1 2 3 3 2 1. താനും ലൈൻ ബസ് കയറുകയോ? എന്റെ പൊന്ന് സാറേ, ഞാൻ ലൈൻ ബസ് പോയിട്ട് ഓട്ടോറിക്ഷ പോലും കയറുക. 2 3 1 1 2 3 3 2 1. സ്റ്റെപ്പ് തെറ്റിക്കല്ലടാ സാറേ. എന്റെ കൈക്ക് ഒരു സ്വാധീനവും ഇല്ല സാറേ. ആ സ്വാധീനം ഉണ്ടെങ്കിൽ അപ്പൊ എന്തായിരിക്കും അവസ്ഥ? 3 2 1 1 2 3. സുഭാഷേ വാ. 1 2 3 3 2 1 1 2 3 3 2 1 1 2 3 3 2 1. എന്താ മൊത്തം ഡാൻസ് ആണല്ലോ. ബസ്സിൽ സ്ത്രീകളെ തോന്നിയാസം കാണിച്ചു. അപ്പൊ പണി കൊടുക്കണ്ടേ? എട്ടിന്റെ പണിയാണല്ലോ കൊടുത്തിരിക്കുന്നത്. അതെ, ഞാൻ വന്നതേ സെഞ്ചുറി ക്ലബിൽ ഇന്ന് കൂടുന്നുണ്ട്. മന്ദിമല്ലത്തിലാണ് മെയിൻ ഐറ്റം. കൂട്ടുകാരെല്ലാം വരൂലല്ലേ? ഞാൻ എത്തിക്കോളാം. അപ്പൊ ശരി. പിന്നെയേ, സജീവേട്ടൻ്റെ അമ്മായിപ്പ പോയി കേട്ടോ. മന്ത്രവാദം കൊണ്ടാണോ കൂടോത്രം കൊണ്ടാണോ എന്ന് അറിയത്തില്ല, പോയി കിട്ടി. പക്ഷെ സജീവേട്ടനെ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. സാറേ മതിയോ? കളിക്കടാ. 1 2 3 2 3 1. ബസ്സിൽ കാണിച്ചു കൂട്ടിയൊക്കെ ഓർക്കണമായിരുന്നു. കളിക്ക്. 1 2 3 2 3 1.